ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനായി KSEB വീണ്ടും അണിയർ പ്രവർത്തനം തുടങ്ങി. ടൂറിസം പദ്ധതി കൂടി കൂട്ടിച്ചേർത്താണ് പുതിയ നീക്കം ആരംഭിച്ചത്. ലോക നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി ആതിരപ്പള്ളിയെ മാറ്റുമെന്നാണ് KSEB പറയുന്നത്. സീപ്ലെയിൻ അടക്കം ഡാമിൻ്റെ ഭാഗമായി കൊണ്ടുവരും. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സീ എർത്ത് എന്ന സ്ഥാപനത്തെ നിയോഗിച്ചു. വനവാസി വിഭാഗങ്ങളുടെയും CPIയുടെയും എതിർപ്പുകൾ മറികടന്നാണ് KSEB പദ്ധതി നടപ്പാക്കുന്നത്. മാർച്ച് 19 ചേർന്ന KSEB ബോർഡ് യോഗമാണ് 163 മെഗാവാട്ട് ശേഷിയുള്ള അതിരപ്പള്ളി പദ്ധതി വീണ്ടും നടപ്പിലാക്കാനുള്ള നടപടി തുടങ്ങുന്നത്. വൈദ്യുതി ഉൽപാദനം മാത്രമല്ല, മെഗാ ടൂറിസം പദ്ധതിയായി അതിരപ്പള്ളിയെ മാറ്റിയെടുക്കാനാണ് തീരുമാനം. ഡാം നിർമ്മിച്ചാൽ വേനൽക്കാലത്തും പദ്ധതി പ്രദേശത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാവുമെന്നാണ് KSEB പറയുന്നത്. കോഴിക്കോട് ആസ്ഥാനമായ സെന്റർ ഫോർ എൻവയോൺമെന്റ് ആർക്കിടെക്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അഥവാ സീ എർത്തിനോട് സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ KSEB ചുമതലപ്പെടുത്തി. 23 മീറ്റർ ഉയരത്തിലാണ് ഡാം നിർമ്മിക്കേണ്ടത്. ഡാം വന്നാൽ വാഴച്ചൽ ഡിവിഷന് കീഴിലെ 136 ഹെക്ടർ വനം വെള്ളത്തിനടിയിലാകും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിൽ ഇതിന് പകരമായി വനവത്കരണം നടത്താമെന്നാണ് KSEBയുടെ വാദം. വനവാസി വിഭാഗങ്ങളുടെയും CPIയുടെ എതിർപ്പുകൾ മറന്നാണ് KSEB പദ്ധതി നടപ്പിലാക്കുന്നത്. ജനം, തിരുവനന്തപുരം.